നമസ്കാരം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ച, ഫണ്ട് തന്നിഷ്ടപ്രകാരം വിനിയോഗിച്ചു. ജി സുധാകരനെതിരായ അച്ചടക്ക നടപടിയുടെ പാർട്ടി രേഖ പുറത്ത്. മുതിർന്ന CPM നേതാവ് ജി സുധാകരനെതിരായ അച്ചടക്ക നടപടിയുടെ പാർട്ടി രേഖ പുറത്ത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായെന്നും ജി സുധാകരൻ തെരഞ്ഞെടുപ്പ് ഫണ്ട് തന്നിഷ്ടപ്രകാരം വിനിയോഗിച്ചെന്നും ഉൾപ്പെടെയുള്ള ഗുരുതര പരാമർശങ്ങൾ രേഖയിലുണ്ട്. ഉയർന്ന അച്ചടക്ക നടപടി വേണമെന്ന് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയെങ്കിലും ദീർഘകാല സേവനം പരിഗണിച്ചാണ് പരസ്യശാസനയിൽ ഒതുക്കിയതെന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജി സുധാകരനെതിരെ വലിയ പരാതികൾ ഉയർന്നിരുന്നു. തുടർന്ന് പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയായിരുന്നു. ചക്രവാത ചുഴി. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ പെരുമഴ. കിഴക്കൻ കാറ്റും ചക്രവാത ചുഴിയും അതോടൊപ്പം തുലാവർഷവും വന്നതോടെ മഴ സാഹചര്യം മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഈ മണിക്കൂറിൽ ഓറഞ്ച് അലർട്ടാണ്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് തീപിടിച്ചുണ്ടായ അപകടം. മരണം 4ആയി. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന എല്ലാവരും മരിച്ചു. പുതിയങ്ങാടിയിൽ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 4ആയി. ഒഡീഷ സ്വദേശി ജിതേന്ദ്ര ബെഹ്റയാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. ഇതോടെ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന എല്ലാവരും മരിച്ചു. ഒക്ടോബർ 9-നാണ് സംഭവം. തളിപ്പറമ്പിലെ ബസ് സ്റ്റാൻഡിലെ സമീപത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് തീ പടർന്നത്. വൈകിട്ട് 5:30-യോടെയാണ് തീപിടുത്തമുണ്ടായത്. 50 കോടിയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് വിലയിരുത്തൽ. 40 വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്ന 101 കടമുറികൾ കത്ത് നശിച്ചു. വള്ളത്തിൽ നിന്നും തെറിച്ച് കടലിൽ വീണ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മുതലപ്പുഴയിൽ വള്ളത്തിൽ നിന്ന് തെറിച്ച് കടലിൽ വീണ് കാണാതായ പെരുമാതുറ വലിയവിളാക സ്വദേശി സജീറിന്റെ മകൻ ഷഹാന്റെ മൃതദേഹം കണ്ടെത്തി. 19 വയസ്സായിരുന്നു. ഇന്നലെയായിരുന്നു മത്സ്യബന്ധനം കഴിഞ്ഞ മടങ്ങിവരവെ തിരയിൽപ്പെട്ട വള്ളത്തിൽ നിന്നും തെറിച്ച് കടലിൽ വീണത്. നേവിയും കോസ്റ്റ് ഗാർഡും പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളും ചേർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് പുലിമുട്ടിന് സമീപത്തായി മൃതദേഹം കണ്ടെത്തിയത്. സംസ്ഥാന കോൺഗ്രസിൽ KC വേണുഗോപാലിനെതിരെ പടയൊരുക്കം. AA ഗ്രൂപ്പുകൾ കൈകോർക്കുന്നു. KCക്കെതിരെ AA ഗ്രൂപ്പുകൾ കൈകോർക്കാൻ നീക്കം നടക്കുന്നതായാണ് റിപ്പോർട്ട്. KC വേണുഗോപാൽ സംസ്ഥാനത്ത് സജീവമാകാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ഗ്രൂപ്പുകളുടെ നീക്കം. വിശാല I ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിക്കാനാണ് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെ ശ്രമം. പിണങ്ങി നിൽക്കുന്നവരെ ഒപ്പം നിർത്താനും ശ്രമം തുടങ്ങി. AA ഗ്രൂപ്പും കടുത്ത അമർഷത്തിലാണ്. പരമ്പരാഗതമായി ലഭിച്ച പദവികളെല്ലാം നഷ്ടമായെന്നും AA ഗ്രൂപ്പിനെ പൂർണ്ണമായും തഴയുകയാണെന്നുമാണ് പരാതി. ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്നവരെ അവഗണിക്കുന്നുവെന്നാണ് AA ഗ്രൂപ്പിന്റെ ആരോപണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാനത്ത് സജീവമാകാനാണ് KC വേണുഗോപാലിന്റെ നീക്കം. ഇതിന് തടയിടാനുള്ള കരുനീക്കത്തിലാണ് AA ഗ്രൂപ്പുകൾ.